കഴിഞ്ഞ സെപ്റ്റംബർ 14 മുതലാണ് ഓൾ കേരള ഗ്രാനൈറ്റ് ക്വാറി ആൻഡ് ക്രഷർ യൂണിറ്റ്സ് കോർഡിനേഷൻ കമ്മിറ്റി സമരം ആരംഭിച്ചത്. ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോയെന്നാണ് ആരോപണം. സമരം തുടങ്ങിയതോടെ മെട്രോ സിവിൽ വർക്കുകൾക്ക് ആവശ്യമായ മെറ്റൽ ലഭിക്കാതായി. കരാർ കമ്പനികളുടെ കരുതലിലുണ്ടായിരുന്ന മെറ്റൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. സമരം തുടർന്നാൽ മെട്രോ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തെ ഇത് സാരമായി ബാധിക്കും. ശരാശരി 400 മെട്രിക് ടൺ മെറ്റലാണ് ഒരു ദിവസം മെട്രോ നിർമ്മാണത്തിന് ആവശ്യമായത്. കൂടാതെ മെട്രോ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലെ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണവും ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണവും പ്രതിസന്ധിയിലാകും. ക്വാറി സമരം തുടർന്നാൽ നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമായും സ്തംഭിക്കുമെന്ന മുന്നറിയിപ്പ് കരാർ കമ്പനികൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലെ ക്വാറി സമരത്തെ തുടർന്ന് മെട്രോയുടെ ആദ്യ 2 റീച്ചുകളിലെയും നിർമ്മാണം നിലച്ചിരുന്നു. ആദ്യ റീച്ചായ ആലുവ കളമശ്ശേരി ഭാഗത്തും രണ്ടാം റീച്ചായ കളമശ്ശേരി കലൂർ സ്റ്റേഡിയം ഭാഗത്തുമായിരുന്നു ഇത്. ഒരു ദിവസം നിർമ്മാണം തടസ്സപ്പെട്ടാൽ ശരാശരി 40 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. പദ്ധതിയുടെ സമയബന്ധിതമായുള്ള പൂർത്തീകരണത്തിനും ഇത് തിരിച്ചടിയാകും. മീഡിയ 1 കൊച്ചി.